ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തേത്, ഈ ചിത്രത്തിലുള്ളത് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണമാണ്. എന്താണ് ഈ ത്രികോണത്തിന്റെ പ്രത്യേകത? ഈ ത്രികോണത്തിൽ ഒരു ആംഗിൾ അഥവാ കോൺ 90 ഡിഗ്രിയാണ്. ഇതുപോലെയുള്ള ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്നാണ് പറയുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിലെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയി വരുന്ന വലിയ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്നാണ് പറയുക. എക്സ് ഡിഗ്രി എന്നൊരു ആംഗിൾ അഥവാ കോൺ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം എന്നും അടുത്തു വരുന്ന സൈഡിനെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം എന്നും പറയുന്നു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിലെ ആംഗിൾസ് അഥവാ കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:1:√2 ആണ്. അതുപോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിലെ ആംഗിൾസ് അഥവാ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 എന്നിങ്ങനെയാണ്. അതായത് കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആയ ഏതു ത്രികോണത്തിലും രണ്ടു ചെറിയ വശങ്ങൾക്കും ഒരേ നീളമാണ്. ഈ നീളത്തിന്റെ √2 മടങ്ങാണ് വലിയ വശത്തിന്റെ നീളം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ ത്രികോണത്തിൽ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണ് ആംഗിൾസ് അഥവാ കോണുകൾ. ഒരു 45 ഡിഗ്രി കോണിന്റെ എതിർവശത്തിന്റെ നീളം 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത 45 ഡിഗ്രിയുടെ എതിർവശത്തിന്റെ നീളം എന്തായിരിക്കും? 8 തന്നെ. ഇനി ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കണ്ടുപിടിക്കണം. വശത്തിന്റെ നീളത്തോട് √2 ഗുണിച്ചാൽ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കിട്ടും. അതായത് 8 × √2 എത്ര വരും? 8√2. ഇനി അടുത്ത എക്സാമ്പിൾ, 45 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3/√2 ആണ്. അപ്പോൾ അടുത്ത 45 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 3/√2. ഇനി ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എങ്ങനെ കണ്ടുപിടിക്കും? സൈഡുകളുടെ നീളത്തോട് √2 ഗുണിക്കണം. അതായത് 3/√2 × √2. √2 വെട്ടിപ്പോയാൽ 3. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം 3 ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിളിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം ആണ് തന്നിട്ടുള്ളത്. ഇനി വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. അതിന് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തിന്റെ നീളത്തെ √2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 4 ആണ്. 4നെ √2 കൊണ്ട് ഹരിക്കണം. 4/√2. ഈ സൈഡോ 4/√2. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന രീതിയിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം വന്നാൽ അതിന്റെ സൈഡ്സിന്റെ നീളമാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഗുണിക്കണം. ഇനി ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് തന്നിട്ടുള്ളത് എങ്കിൽ മറ്റു സൈഡുകൾ കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ മതി. ആംഗിൾസ് അഥവാ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയ ഏതു ത്രികോണത്തിലും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ √3 മടങ്ങാണ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ആദ്യത്തെ എക്സാമ്പിൾ, ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിട്ടുള്ളത്. അതെത്രയാണ്? 4 ആണ്. ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും അഥവാ ഹൈപ്പോട്ടന്യൂസ്, കർണം എന്നിവ കണ്ടുപിടിക്കണം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടി, അതായത് 4 × 2 എത്രയാണ്? 8. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഗുണിക്കുന്നതാണ്. അതായത് 4 × √3.
എത്ര വരും? 4√3. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ. ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിട്ടുള്ളത്. അതെത്രയാണ്? 4ആണ്. ഇനി നമുക്ക് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും കണ്ടുപിടിക്കണം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4ആണ്. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഹരിച്ചതാണ്. അതായത് 4/√3. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയാണ്. അതായത് 4/√3 ഇൻറ്റു 2 എത്ര വരും? 8/√3. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ. ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിട്ടുള്ളത്. അതെത്രയാണ്? 4. ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും കണ്ടുപിടിക്കണം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4ആണ്. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും? 4ന്റെ പകുതി. അതായത് 4/2 എത്രയാണ്? 2. ഇനി 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഗുണിച്ചതാണ്. അതായത് 2 ഇൻറ്റു √3 എത്ര വരും? 2√3. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ്. ഇതിന്റെ ഒരു ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ സൈൻ x ഡിഗ്രി എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ഹരിക്കണം കർണം. കോസ് x ഡിഗ്രി എന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സമീപവശം ബൈ കർണം. ടാൻ x ഡിഗ്രി എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അഥവാ എതിർവശം ഹരിക്കണം സമീപവശം. ഈ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുക. അതായത് ഒരു ആംഗിൾ അഥവാ കോൺ തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനും അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാനും ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനും പറയും. ഇനി ഇവ കൂടുതലായി പ്രാക്ടിക്കൽ ചോദ്യങ്ങളായിട്ടാണ് വരിക. അതെങ്ങനെയാണെന്ന് നോക്കാം. സൈൻ, കോസ്, ടാൻ എന്നിവ ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയണം. ഇതിലെ ആദ്യത്തെ ചിത്രത്തിൽ കുട്ടി മാവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഥവാ സ്ട്രെയിറ്റ് ആയിട്ടാണ് നോക്കുന്നത്. അവയെ നമ്മൾ സ്ട്രെയിറ്റ് വ്യൂ അല്ലെങ്കിൽ സാധാരണ നോട്ടം എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ആ കുട്ടി മാവിലെ മാങ്ങയിലേക്കാണ് നോക്കുന്നത്. അതായത് ഉയർത്തിയ നോട്ടമാണ് നോക്കുന്നത്. അവയെ നമ്മൾ റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ ഉയർത്തിയ നോട്ടം എന്നാണ് പറയുക. സ്ട്രെയിറ്റ് വ്യൂവും റേസ്ഡ് വ്യൂവും തമ്മിൽ ഒരു കോൺ അഥവാ ഒരു ആംഗിൾ ഉണ്ടാവും. അവയെ നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ എന്നാണ് പറയുക. ഇനി ഒരു കുട്ടി ഉയരത്തിൽ കയറി നിന്ന് അടിയിലേക്ക് ഈ ഷിപ്പിന്റെ അടിയിലേക്കാണ് നോക്കുന്നത്. അതിനെ നമ്മൾ ലോവർ വ്യൂ അല്ലെങ്കിൽ താഴ്ത്തിയ നോട്ടം എന്ന് വിളിക്കും. സ്ട്രെയിറ്റ് വ്യൂവും ലോവർ വ്യൂവും തമ്മിലുള്ള കോണിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ് കോൺ എന്നാണ് പറയുക. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ചോദ്യം: A boy standing away from the foot of a building sees the top of the building at an angle of elevation 35 degree. Stepping 25 meters forward, he sees the top of the building at an angle of elevation 70 degree. Height of the boy is 1.6 meter. Draw a rough figure based on the given details. What is the distance between the boy and the building when he sees the top at an elevation of 70 degree? Find the height of the building. ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിന്റെ മുകളറ്റം കണ്ടത്. കുട്ടിയുടെ ഉയരം 1.6 മീറ്റർ ആണ്. തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലമെന്ത്? കെട്ടിടത്തിന്റെ ഉയരമെന്ത്? അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കണം. ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബോയ് സ്റ്റാൻഡിങ് എവേ ഫ്രം ദ ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിനെ നമ്മളൊരു ചതുര രൂപത്തിൽ സൂചിപ്പിക്കുകയാണ്. ബിൽഡിങ്ങിന്റെ കുറച്ച് ഇപ്പുറം മാറി ഒരു കുട്ടി നിൽക്കുന്നു. ഇനി 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോണിൽ ഈ കുട്ടി ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുകയാണ്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത്?
കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂ, അതായത് കുട്ടി നേരെ നോക്കുന്നതും അതുപോലെ കുട്ടി മുകളിലേക്ക് നോക്കുമ്പോഴും ഉണ്ടാകുന്ന ലൈൻസിന്റെ ഇടയിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ. അത് എത്രയാണ്? 35 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിംഗ് 25 meters ഫോർവേഡ് ഹി സീസ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിന്റെ മുകളറ്റം കണ്ടത്. കുട്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും ഒരു 25 മീറ്റർ മുന്നോട്ട് നടക്കുന്നു. എന്നിട്ട് വീണ്ടും കെട്ടിടത്തിന്റെ മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എത്രയാണ്? 70 ഡിഗ്രി. ഇനി ഹൈറ്റ് ഓഫ് ദ ബോയ് ഈസ്, കുട്ടിയുടെ ഉയരം എത്രയാണ്? 1.6 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു റഫ് ഫിഗർ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ നീറ്റായി വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 70 ഡിഗ്രി. 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലമെന്ത്? അതായത് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. 70 ഡിഗ്രി മേൽക്കോണിൽ കുട്ടി ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്ന സമയത്ത് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള അകലമെന്ത്? ഇനി ഇവിടെ നമുക്ക് 70 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ് ഇത്. ഇതോ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് ഈ സൈഡ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമോ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമോ അറിയണം. ഇവിടെ ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ഫുൾ സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇനി അതിന്റെ പകുതിയായ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇതൊരു അർദ്ധവൃത്തമാണ്. അപ്പോൾ അതിൽ 70 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 180 നിന്ന് 70 പോയി കഴിഞ്ഞാൽ ബാക്കി 110 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രിയാണ്. ഇനി ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ മുഴുവൻ കോണുകളുടെയും തുക എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺ 110 ഡിഗ്രിയാണ്, ഒരു കോൺ 35 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്നും 110ഉം 35 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 35 ഡിഗ്രി. അതായത് ഈ ത്രികോണത്തിന്റെ ഈ ആംഗിൾ അല്ലെങ്കിൽ കോണും എത്രയാണ്? 35 ഡിഗ്രിയാണ്. അതായത് ഈ ത്രികോണം മാത്രം നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു ആംഗിൾ 110 ഡിഗ്രിയും ബാക്കി രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 35 ഡിഗ്രി വീതവുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ആംഗിൾസ് അഥവാ കോണിന്റെ എതിർവശത്ത് വരുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസും അല്ലെങ്കിൽ കോണുകളുമാണ് ഒരേപോലെയെങ്കിൽ ഈ കോണിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അല്ലെങ്കിൽ എതിർവശം വരുന്ന സൈഡ് ഇതാണ്, ഇതും അതുപോലെ ഈ കോണിന്റെ എതിർവശം ഏതാണ്? ഇതും. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത. അവയിലെ രണ്ട് ആംഗിൾസും ആ രണ്ട് ആംഗിൾസിന്റെ എതിർവശത്ത് വരുന്ന രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ 35 ഡിഗ്രി ഈ ആംഗിളിന്റെ അല്ലെങ്കിൽ ഈ കോണിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഇത്. ഇത് എത്രയാണ്? നമുക്കറിയാം, കുട്ടി 25 മീറ്റർ മുന്നിലേക്ക് നടക്കുന്ന ദൂരമാണ് ഇത്. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്? 25 മീറ്റർ. അതായത് ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെങ്ത് 25 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 35 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 25 മീറ്റർ ആയിരിക്കും. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്നത് എത്രയാണ്? 25 മീറ്റർ ആണ്. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. എങ്ങനെ?
ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അഥവാ കർണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റ് സൈഡും റിലേഷൻ വരുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതേതാണ്? സൈൻ എക്സിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം അല്ല കണ്ടുപിടിക്കേണ്ടത്. ഇനി രണ്ടാമത്തേതിൽ കോസ് എക്സിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ കോസ് എക്സ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. കോസ് എക്സ് ഡിഗ്രി എന്നത് കോസ് 70 ഡിഗ്രി ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് 25 മീറ്റർ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം കണ്ടുപിടിക്കാം. കോസ് 70 ഡിഗ്രി ഈക്വൽ ടു adjacent side by hypotenuse അഥവാ കർണ. ഇനി കോസ് 70 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കോസ് 70 ഡിഗ്രി എന്നത് 0.34 ആണ്. അഡ്ജസന്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹരിക്കണം ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എത്രയാണ്? 25 മീറ്റർ. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കുക? അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു ഈ 25 ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 0.34 ഗുണിക്കണം 25. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 25 ഇൻറ്റു 34, 4 ഇൻറ്റു 5 എത്രയാണ്? 20. 2 ഇവിടെ ഇട്ടു 0. 4 ഇൻറ്റു 2 എത്ര? 8. 8ലൂടെ 2 കൂട്ടിയാൽ 10. 3 ഇൻറ്റു 5 എത്രയാണ്? 15. 3 ഇൻറ്റു 2 എത്രയാണ്? 6. 6 പ്ലസ് 1 7. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 0. 0 പ്ലസ് 5 5. 7 പ്ലസ് 1 8. അപ്പോൾ എത്ര വരും? 850 ആണ്. 34 ഇൻറ്റു 25 ആണ് 850. ഇനി ഇവിടെ 3 4 ആണ്. ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് 3ഉം 4ഉം ഉണ്ട്. അപ്പോൾ ഇവിടെയും 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ആണ്. 0 5 കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കിട്ടും. അപ്പോൾ 0.34 ഇൻറ്റു 25 എത്രയാണ്? 8.5 ആണ്. അതായത് 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 8.5 മീറ്റർ ആണ്. അതായത് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള ദൂരമാണ് 8.5 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 70 ഡിഗ്രി ഈസ് 8.5 മീറ്റർ. അതായത് 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം 8.5 മീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിന്റെ ഉയരം എന്ത്? നമുക്കറിയാം ഇതുവരെ കുട്ടിയുടെ ഹൈറ്റ് ആണ്. അതെത്രയാണ്? 1.6 മീറ്റർ ആണ്. ഇനി ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്, അഥവാ എതിർവശമാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആ ഹൈറ്റ് നമുക്ക് ടാൻ എക്സ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. കാരണം എന്താണ്? നമുക്ക് ഇവിടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം അറിയാം. നമ്മൾ ഇവിടെ സൈൻ എക്സ് ഉപയോഗിച്ചിട്ടാണ് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് എഴുതുക? സൈൻ 70 ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ബൈ കർണം. ഇനി സൈൻ 70 ഡിഗ്രി എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 0.94 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എത്രയാ? 25. therefore ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു അഥവാ എതിർവശം എന്ന് പറയുന്നത് 0.94 ഇൻറ്റു 25 ആണ്. ഇനി 25 ഇൻറ്റു 9 4 ഇൻറ്റു 5 എത്രയാണ്? 20. 4 ഇൻറ്റു 2 എത്ര? 8. 8 പ്ലസ് 2 10. 9 ഇൻറ്റു 5 എത്രയാണ്? 4. 45. 9 ഇൻറ്റു 2 എത്രയാ? 18. 18ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 22. ഇനി 0 ഇറക്കി എഴുതി. 0 പ്ലസ് 5 5. 2 പ്ലസ് 1 3 2. അപ്പോൾ 94 ഇൻറ്റു 25 എന്ന് പറയുന്നത് 2350 ആണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ 0ഉം 5ഉം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഉള്ളത്. അപ്പോൾ 0.94 ഇൻറ്റു 25 എത്ര വരും? 23.5. അതായത് കെട്ടിടത്തിന്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 23.5 ആണ്. അപ്പോൾ കെട്ടിടത്തിന്റെ ആകെയുള്ള ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 23
0.5 പ്ലസ് 1.6, 23.5 പ്ലസ് 1.6, 5 പ്ലസ് 6 എത്ര വരും? 11. പോയിന്റ് അതുപോലെ ഇട്ടു. 3 പ്ലസ് 1 4, 4 പ്ലസ് 1 5, 2 ഇറക്കി എഴുതി. എത്രയപ്പോൾ? 25.1 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ ഉയരം എന്ന് പറയുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ കോഡ്സ് അഥവാ ഞാണുകൾ ഉണ്ടാക്കുന്ന ആംഗിൾസിനെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ് പഠിച്ചിരുന്നത്. ഇനി ആ കോഡ്സ് അഥവാ ഞാണുകളുടെ നീളം നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ സൈൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ഈ വൃത്തത്തിലെ ഒരു കോഡ് അഥവാ ഒരു ഞാണാണ് AB. അതിൽ നിന്ന് സർക്കിളിന്റെ അഥവാ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ അഥവാ കോൺ ഉണ്ടായിട്ടുണ്ട്. അവയെ നമ്മൾ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോൺ എന്നാണ് പറയുക. സെൻട്രൽ ആംഗിളും അഥവാ കേന്ദ്ര കോണും സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് അഥവാ നീളം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. എന്താണ് ഇക്വേഷൻ? 2 × r × സൈൻ ഓഫ് x/2. r എന്താണ്? സർക്കിൾ അഥവാ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. x എന്ന് പറയുന്നത് കോഡ് AB-യിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന കോൺ അഥവാ ആംഗിൾ ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. In the figure, O is the center of the circle. If BC equal to 4 cm and angle A equal to 50 degree, find the diameter of the circle. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ആംഗിൾ A എന്നത് 50 ഡിഗ്രിയാണ്. BC എന്നത് 4 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം കാണുക. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരമാണ് റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ആണ്. അതായത് റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡയമീറ്റർ അഥവാ വ്യാസം എന്നത് 2r ആണ്. ഇനി നമ്മുടെ ചിത്രത്തിൽ O എന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. BC എന്നൊരു കോഡ് അഥവാ ഒരു ഞാണുണ്ട്. അത് 4 സെന്റിമീറ്റർ ആണ്. ഈ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്കുണ്ടായ ആംഗിൾ ആണ് 50 ഡിഗ്രി അഥവാ കോണാണ് 50 ഡിഗ്രി. ഇനി ഇതുപയോഗിച്ച് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ 2r കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? AB എന്നൊരു കോഡുണ്ട്. ആ കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്ര കോൺ ഉണ്ടാവുന്നുണ്ട്. അതാണ് x. അങ്ങനെയാണെങ്കിൽ AB-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 × റേഡിയസ് × സൈൻ ഓഫ് x/2 ആണ്. ഇവിടെ നമുക്ക് കേന്ദ്ര കോൺ കണ്ടുപിടിക്കണം. അതായത് BC എന്ന ഞാണിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന കേന്ദ്ര കോൺ കണ്ടുപിടിക്കണം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഞാണിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അതായത് ഇവിടെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് 50 ഡിഗ്രി. അപ്പോൾ കേന്ദ്ര കോൺ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് x കിട്ടി അഥവാ കേന്ദ്ര കോൺ കിട്ടി. എത്രയാണ്? 100 ഡിഗ്രി. അതുപോലെ കോഡിന്റെ നീളവും കിട്ടി 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് 2r അഥവാ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ദ കോഡ് അഥവാ ഞാണിന്റെ നീളം ഈക്വൽ ടു 2r × സൈൻ ഓഫ് x/2. x എന്താണ്? കേന്ദ്ര കോൺ. ലെങ്ത് ഓഫ് കോഡ് BC എത്രയാ? 4 സെന്റിമീറ്റർ ഈക്വൽ ടു 2r × സൈൻ ഓഫ് x/2 അഥവാ 100/2. 4 ഈക്വൽ ടു 2r × 100ന്റെ പകുതി എത്രയാ? 50. ഇവിടെ സൈൻ 50 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 0.77. 4 ഈക്വൽ ടു 2r × 0.77. ഇനി 2r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. therefore 2r ഈക്വൽ ടു ഈ 0.77 ഗുണനം 0.77 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഹരണം 4/0.77. അതായത് ഈ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്നത് എത്രയാണ്? 4/0.77 സെന്റിമീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു.
അടുത്ത വീഡിയോയിൽ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2025 മുതൽ 2014 വരെ SSLC എക്സാമിന് വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്